ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയറ്റ് ലാബിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ പ്രോബയോട്ടിക്സിനെയും പ്രീബയോട്ടിക്സിനെയും കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഗട്ടിൽ, അതായത് നമ്മുടെ വയറ്റിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയസ് ആണ് ഉള്ളത്. അതിൽ ലാക്ടോബാസിലസും സ്ട്രെപ്റ്റോകോക്കസും പോലുള്ള ഗുഡ് ബാക്ടീരിയാസും നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്തിനും അതുപോലെ തന്നെ പ്രോപ്പർ ബോഡി ഫംഗ്ഷനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ കോളയും സാൽമോണല്ലയും പോലെയുള്ള ബാഡ് ബാക്ടീരിയാസ് നമ്മുടെ സ്റ്റൊമക്കിന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും സ്റ്റൊമക്ക് അപ്സെറ്റ്സിനും ഒക്കെ കാരണമാകുന്നുണ്ട്. പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് നോൺ ഡൈജസ്റ്റീവ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് നമ്മുടെ വയറ്റിലെ ഗുഡ് ബാക്ടീരിയ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ലൈവായിട്ട് വളരുന്ന ബാക്ടീരിയകളാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതിനെയാണ് സിംബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക്സ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പം നമ്മുടെ ബോഡിയിലുള്ള ലൈവായിട്ട് വളരുന്ന ഗുഡ് ബാക്ടീരിയാസ്, അതായത് പ്രോബയോട്ടിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഗുഡ് ബാക്ടീരിയയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിൽ വളരുന്ന ഗുഡ് ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ ഫുഡ് വേണം. ആ ഒരു ഫുഡ് എനർജി ആയിട്ട് കൊടുക്കുന്നത് പ്രീബയോട്ടിക്സ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ബോഡിയിൽ. പ്രീബയോട്ടിക് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒനിയനും ഗാർലിക്കും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒനിയനിലും ഗാർലിക്കിലും ഇനുലിനും അതുപോലെ ഫ്രക്ടോ ഒളിഗോസാക്കറൈഡ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഗുഡ് ബാക്ടീരിയാസിനെ ഉണ്ടാവാനായിട്ടും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആസ്പരാഗസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് ബി വൈറ്റമിൻസും ഫോളേറ്റും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൽ ഡിവിഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ലാക്ടോബാസിലസ് പോലുള്ള ഗുഡ് ബാക്ടീരിയയെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ആസ്പരാഗസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. മഷ്റൂംസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ലോട്ട്സ് ഓഫ് പ്രീബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഗുഡ് ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അവക്കാഡോസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിലെ ഗുഡ് ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ആപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. ആപ്പിൾസിനകത്ത് ധാരാളമായിട്ട് പെക്റ്റിൻ എന്ന് പറഞ്ഞ ഫൈബേഴ്സാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഫൈബേഴ്സ് നമുക്ക് ഗുഡ് ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഗുഡ് ബാക്ടീരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ബനാനാസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഓട്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓട്സിനകത്ത് ധാരാളമായിട്ട് ബീറ്റ ഗ്ലൂക്കൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രീബയോട്ടിക് കോമ്പൗണ്ട് ആണ്. അത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവലിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനകത്തുള്ള ഫൈബേഴ്സ് നമ്മുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം ഡയറ്റിൽ. ഫ്ലാക്സ് സീഡ്സിനകത്ത് ധാരാളമായിട്ട് പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബേഴ്സ് ആണുള്ളത്. ഈ ഫൈബേഴ്സ് നമ്മുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമുക്കിനി പ്രോബയോട്ടിക്സിനെ കുറിച്ച് നോക്കാം. പ്രോബയോട്ടിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ലൈവായിട്ട് വളരുന്ന ഗുഡ് ബാക്ടീരിയസ് ആണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ അബ്സോർഷനെ കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ടും ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് പ്രോബയോട്ടിക് ഇൻക്ലൂഡ് ചെയ്യാം. ഡയബറ്റിക്കിന് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രോബയോട്ടിക് ഇൻക്ലൂഡ് ചെയ്യാം. അലർജീസ് ഉള്ളവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് പ്രോബയോട്ടിക് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൂഡ് ഡിസോർഡേഴ്സ്, അതായത് ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ളവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബ്ലോട്ടിങ്ങും ഹാർട്ട് ബേണും ഒക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ് കൂടുതലായിട്ടുള്ളവർക്ക് ബാഡ് ബാക്ടീരിയാസ് കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രോബയോട്ടിക്സ് കൂടുതലായിട്ടും ആൻറ്റിബയോട്ടിക്സ് ഇടയ്ക്കുന്നവർ നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. പ്രോബയോട്ടിക് ഫുഡ്സ് നമുക്ക് നോക്കാം. ഹോം മെയ്ഡ് കേർഡ് നമുക്ക് ഡയറ്റിൽ യൂസ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വയറിന് വളരെ നല്ലതാണ്. യോഗട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മോരും വെള്ളം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫെർമെൻറ്റഡ് ഫുഡ്സ് എല്ലാം തന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദോശ, ഇഡ്ഡലി ഒക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നമ്മൾ തലേന്ന് തന്നെ മാവ് പുളിപ്പിച്ചിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സിൽ അടങ്ങിയിട്ടുണ്ട്. ചിഡാർ ചീസ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഗ്രീൻ ഒലീവ്സ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് ഉപ്പിലൊക്കെ ഇട്ട് ഫെർമെൻറ്റ് ചെയ്തെടുത്ത് ഗ്രീൻ ഒലീവ്സ് വളരെ നല്ലതാണ്. കിംചി എന്ന് പറയുന്ന ഒരു ഐറ്റം വളരെ നല്ലതാണ്. കിംചി എന്ന് പറയുന്നത് കൊറിയൻ ഫെർമെൻറ്റഡ് ക്യാബേജ് ആണ്. അത് നമുക്ക് ഗട്ടിന് വളരെ നല്ലതാണ്. ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടാകാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പറഞ്ഞിരിക്കുന്ന പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങിയ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും പോലെ തന്നെ പോസ്റ്റ് ബയോട്ടിക്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി.
ആഫ്റ്റർ ഡൈജഷൻ ശേഷം ബാക്ടീരിയ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കും. മെയിനായിട്ടും എൻസൈംസും അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും ഗട്ടിന് വേണ്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പോസ്റ്റ് ബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ല ബാക്ടീരിയ ഗ്രോത്ത് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ എൻ്റെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.